മിഡ് ക്യാപ്പിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പം തന്നെ ഒരു ചാൻസ് നമുക്ക് കിട്ടില്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അത് മിഡ് ക്യാപ്പിൽ നമുക്ക് നാളത്തെ ചാൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നാളെ ഞാൻ 1 അവറിന്റെ ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്, ഫ്യൂച്ചർ ചാർട്ടിൽ. 1 അവറിൽ മാർക്കറ്റ് തന്നെ ഇവിടെ ഈ ഒറ്റ ക്യാനിലോട്ട് തന്നെ ഇവിടെ സ്വീപ്പ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇത്രയും കയറിപ്പോയ മാർക്കറ്റിനെ ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങനെ എടുത്ത് പോയേക്കുന്ന മാർക്കറ്റിനെ ഇവിടെ എത്തി നിൽക്കുന്ന മാർക്കറ്റാണ്. ഇവിടുത്തെ മാർക്കറ്റ് ആണെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെയാണെങ്കിൽ അതിനെ നല്ല സ്വീപ്പ് ചെയ്ത് താഴേക്ക് വന്നു. താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക്, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു സ്വീപ്പിംഗ് നടന്നതിന് ശേഷം ഈ ഒരു ലോയെ മാർക്കറ്റ് ഈ ഒരു ലോയെ ആണെങ്കിൽ സ്ട്രക്ചർ ചേഞ്ചിങ് വന്നിട്ടുണ്ട്, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്ട് ഈ ഒറ്റ ക്യാൻഡിൽ, അതായത് ജൂലൈ 22 ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു ക്യാൻഡിലിനെ ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാം. ഇപ്പൊ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് 23/7/2025 മാർക്കറ്റ് നിൽക്കുന്നത് ഓർഡർ ബ്ലോക്കിലേക്കാണ്, ഒരു സെല്ലിംഗ് സൈഡിലേക്കുള്ള ഒരു ഓർഡർ ബ്ലോക്കിലേക്കാണ് നിൽക്കുന്നത്. അപ്പം നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഈ ഒരു ഏരിയയിൽ എവിടെ കിട്ടിയാലും, ഞാനൊരു 5 മിനിറ്റ്സിന്റെ ചാർട്ടിലേക്ക് നോക്കാം. 5 മിനിറ്റ്സിന്റെ ചാർട്ടിനകത്ത് എൻ്റെ ഒരു ഈ ലൈൻ 13,325 മുകളിൽ മാർക്കറ്റ് കിട്ടുകയും അതുപോലെ 13,376 SL ആക്കിക്കൊണ്ട് ഞാനാണെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റ് നാളത്തെ മോർണിംഗിൽ തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുകയും എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 5 മിനിറ്റിന്റെ ചാർട്ടിനകത്ത് ഈ ഒരു ലോയിലേക്ക് നമുക്ക് ഫസ്റ്റ് പിടിക്കും, ഒരു 70 പോയിന്റോളം ഫസ്റ്റ് ടാർഗറ്റ് അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത സ്വിംഗ് ലോകളൊക്കെ ഇതൊക്കെ കവർ ചെയ്യും. ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 148 പോയിന്റ്. പക്ഷേ ഫൈനൽ ടാർഗറ്റ് ആയിരിക്കത്തില്ല, ഞാൻ പറഞ്ഞു തരാം. കാരണം വെച്ചാൽ നമ്മൾ 15 മിനിറ്റ്സിന്റെ ചാർട്ടിലേക്ക് തന്നെ തിരികെ പോകുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ലിക്വിഡിറ്റിയിലാണ്. ഇതെല്ലാം ക്യാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. നാളെ തന്നെ എടുക്കണമെന്നല്ല, ചാൻസുകളുണ്ട്. പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന മാർക്കറ്റിന് ഇന്നത്തെ ദിവസം 23-ാം തീയതിയിൽ ഏതാണ്ട് ഇവിടെ ഒരു റണ്ണവേ ഗ്യാപ്പ് 15 മിനിറ്റിൽ തന്നെ റണ്ണവേ ഗ്യാപ്പ് ഫ്യൂച്ചർ ചാർട്ടിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു കുതിച്ചു ചാട്ടം. അതായത് ഈ രണ്ട് ക്യാൻഡിലും തമ്മിൽ ഒരു ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുക, അതാണ് റണ്ണവേ ഗ്യാപ്പ് എന്ന് പറയുന്നത്. മാർക്കറ്റ് റണ്ണിങ്ങിൽ ഓരോ ടൈം ഫ്രെയിമിൽ, ഏത് ടൈം ഫ്രെയിം എടുത്ത് നോക്കുന്നു ആ ടൈം ഫ്രെയിമിന്റെ അതിന്റെ ഇടയിൽ രണ്ട് ക്യാൻഡിലുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഗ്യാപ്പിനാണ് നമ്മൾ റണ്ണവേ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ റണ്ണവേ ഗ്യാപ്പ് നാളെ മുകളിൽ നിൽക്കുന്ന മാർക്കറ്റ് തിരിച്ച് ഫില്ല് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പം ഈ 5 മിനിറ്റ്സിലേക്ക് നോക്കുമ്പോഴും നമുക്ക് ആ ഒരു റണ്ണവേ ഗ്യാപ്പ് കാണാൻ കഴിയും. ഏതൊരു റണ്ണവേ ഗ്യാപ്പും ഫില്ല് ചെയ്യുന്നതാണ് മാർക്കറ്റ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ഈ മാർക്കറ്റ് ഇവിടെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ഒരു 95 പോയിന്റ് അല്ലെങ്കിൽ ഒരു 70 പോയിന്റ് ഒക്കെ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചുകൊണ്ട് നാളെ ഫ്യൂച്ചർ രാവിലെ തന്നെ മിഡ് ക്യാപ്പിൽ കിട്ടുകയാണെങ്കിൽ ട്രേഡ് എടുത്തിരിക്കും. ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ 50 പോയിന്റ് SL, ഒരു 30 പോയിന്റ് പ്രീമിയം ചാർട്ടിൽ SL കൊടുത്തുകൊണ്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മോർണിംഗിൽ തന്നെ കിട്ടുമ്പോൾ ആ ഫസ്റ്റ് മൂവ്മെന്റ് തന്നെ ക്യാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആണ് നാളത്തെ മിഡ് ക്യാപ്പിലെ എൻ്റെ ഒരു